അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമുക്കറിയാമല്ലോ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നിഅമത്താണ് ഉറക്കം. എന്നാൽ ചില സമയത്തുള്ള ഉറക്കം നമുക്ക് നഷ്ടമേ ഉണ്ടാക്കി തീർക്കുകയുള്ളൂ. ആ സമയങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ ഉറങ്ങുന്നത് ഖറാഅത്താണ്. അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റമൊന്നുമില്ല, എങ്കിലും ഒഴിവാക്കിയാൽ നമുക്ക് കൂലി ലഭിക്കുന്നതാണ്. മഹാനായ തഅവ ഉസ്താദ് ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഗ്‌രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള ഉറങ്ങുന്നത് ഖറാഅത്താണ്. അത് ഭക്ഷണത്തിന് ക്ലേശമുണ്ടാക്കും, അഥവാ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, റിസ്ക്കിൽ നമുക്ക് ക്ലേശമുണ്ടാക്കാൻ കാരണമാകുമെന്ന് ബൈത്തിലൂടെ നമുക്ക് തഅവ ഉസ്താദ് പാടിത്തരുന്നുണ്ട്. അതുപോലെ തന്നെ പകൽ ആദ്യമിൽ ഉറങ്ങിയാൽ ഇരുലോകം നഷ്ടം സംഭവിക്കും എന്ന് മഹാനവറുകൾ ബൈത്തിലൂടെ പറയുന്നുണ്ട്. അഥവാ സുബഹിയിലുള്ള ഉറക്കം. അതുപോലെ തന്നെ പകലിൻ്റെ അന്ത്യം മഗ്‌രിബോടടുക്കുമ്പോൾ പകലിൻ്റെ അന്ത്യത്തിൽ ഉറങ്ങിയാൽ ബുദ്ധിക്ക് കേട് സംഭവിക്കും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിട്ടുള്ള പകലിൻ്റെ മധ്യത്തിൽ ഉറങ്ങലാണ് ഏറ്റവും നല്ലത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് തിരുസുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. നമ്മുടെ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.